ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെസിപ്പിയുമായാണ്. ഒട്ടും എണ്ണ കുടിക്കാത്ത പൂരിയും നല്ല ക്രീമി ടെക്സ്ചറിലുള്ള ഗ്രീൻ പീസ് കറിയുമാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായി ഞാനിവിടെ 1 കപ്പ് അളവിൽ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഒരു ബൗളിലേക്ക് ചേർത്ത ശേഷം ഇതിനകത്തേക്ക് കുതിരാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 6-7 മണിക്കൂർ സമയം കുതിർന്നതിന് ശേഷമാണ് നമുക്ക് കറി ഉണ്ടാക്കാൻ കഴിയുക. അപ്പോൾ തലേന്ന് രാത്രി കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ നമുക്ക് കറി ഉണ്ടാക്കാം. ഇപ്പോൾ ഗ്രീൻ പീസ് നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം പിന്നീട് ഞാൻ ഇതൊരു കുക്കറിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുക്കറിനകത്തേക്ക് ഗ്രീൻ പീസ് ചേർത്ത ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഗ്രീൻ പീസ് നികക്കനെ നിൽക്കുന്ന വിധത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് കുക്കർ അടച്ച ശേഷം നമുക്കിത് അടുപ്പിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തയ്യാറാക്കാം. പിന്നീട് ഇതിലേക്ക് ചേർക്കാനായി ഒരു സവാളയും ഒരു തക്കാളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളകും 2 വെളുത്തുള്ളിയും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നീട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിയതിന് ശേഷം പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. സവാള ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സവാള ചേർത്ത ശേഷം അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയം വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ സവാളയെല്ലാം ഏകദേശം ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എരിവെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവ ചേർത്ത ശേഷം അതിൻ്റെ പച്ചമണമെല്ലാം മാറുന്ന സമയം വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പിന്നീട് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവ ചേർത്ത ശേഷം ഒന്നുകൂടെ നമുക്ക് ഇളക്കിയെടുക്കാം. ആ മസാലയുടെ പച്ചമണം മാറുന്ന സമയം വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നീട് തക്കാളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി പൊടിയായിട്ടാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. തക്കാളി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം. അതിന് 2 മിനിറ്റ് സമയം ഇത് കവർ ചെയ്ത് കൊടുക്കാം. ആ സമയം കൊണ്ട് മിക്സിയുടെ ഒരു ജാർ എടുത്ത ശേഷം അതിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിനകത്തേക്ക് 8 കാഷ്യൂ നട്ട്സാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂൺ പെരുംജീരകം ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവ ചേർത്ത ശേഷം കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കിത് നന്നായി ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാഷ്യൂ നട്ട്സ് ഇല്ലെങ്കിൽ ജീരകവും അതുപോലെ തേങ്ങയും ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ തക്കാളിയെല്ലാം ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ലിഡ് ഞാൻ അവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ കൂട്ടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തേങ്ങ നന്നായി തന്നെ അരഞ്ഞു കിട്ടിയാൽ മാത്രമാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ തേങ്ങ ചേർത്ത ശേഷം ഒരു 2 മിനിറ്റ് സമയം നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ആ തേങ്ങ നന്നായി ഒന്ന് ചൂടായി കിട്ടുന്ന സമയം വരെ 1 മിനിറ്റ് സമയത്തോളം ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കണം. അതിനായി ഞാനിവിടെ പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഗ്രീൻ പീസ് എല്ലാം ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രീൻ പീസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രീൻ പീസ് ഇതിനകത്തേക്ക് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതിനകത്ത് വെള്ളം കുറവാണ്. അപ്പോൾ ബാക്കി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് വരെ വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും വേണ്ട ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ചിലർക്ക് കുറച്ച് ലൂസായ കൺസിസ്റ്റൻസിയിലായിരിക്കും കറി വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാനൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം കറി നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്.
ഒരു 2-3 മിനിറ്റ് സമയം നന്നായി കറി തിളച്ചതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്ത ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കണം. അതിനായി ഒരു ബൗളിനകത്തേക്ക് 2 കപ്പ് അളവിലാണ് ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ റവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ റവ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പൂരിക്ക് നല്ല ക്രിസ്പിനെസ്സും അതുപോലെ തന്നെ ഒട്ടും എണ്ണ കുടിക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് അല്പാൽപ്പം വെള്ളം ചേർത്ത് ഞാനൊന്ന് നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായി മിക്സായി കിട്ടിയതിന് ശേഷം പിന്നീട് ഞാൻ കൈ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. മാവ് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഞാനിത് ഒരു 10 മിനിറ്റ് സമയം ഒന്ന് കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് പരത്തിയെടുക്കാം. അപ്പോൾ പൂരി പരത്തുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുത്തതിന് ശേഷം 2 ഭാഗത്തും കുറച്ച് പൊടി വിതറിയതിന് ശേഷം പരത്തിയെടുക്കാം. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ഇവിടെ പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പൂരി ചുട്ടെടുക്കാം. അതിനായി ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിനകത്തേക്ക് പൂരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൂരി പെട്ടെന്ന് തന്നെ നന്നായി പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഒട്ടും എണ്ണ കുടിക്കാത്ത വളരെ അധികം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൂരി ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ ബാക്കി എല്ലാ പൂരിയും ഇങ്ങനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇനി പൂരി ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് പെർഫെക്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഗ്രീൻ പീസ് കറിയാണ് ഇതിനോടൊപ്പം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാ പൂരിയും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. പൂരിയും അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറിയും. ഇത് ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ അല്ല കറി വെക്കുന്നത് എങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻസായിട്ട് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.